നല്ലൊരു അടിപൊളി മൂവി കണ്ടോണ്ടിരിക്കുകയാണ്. ബട്ട് അമ്മ വിളിച്ചാ പോണ്ടിരിക്കാൻ പറ്റുമോ? പോകണോ അത് വേണ്ടേ? ഇപ്പൊ ഞാൻ പോകുന്ന കാര്യത്തിന് ഐ നോ ദാറ്റ് മൈ ഔട്ട്ഫിറ്റ് ഈസ് ലിറ്ററലി അൺമാച്ചിങ്. ബട്ട് നമ്മൾ വന്ന കാര്യം ഈസ് വേറെ ലെവൽ ആൻഡ് അടിപൊളി. അതുകൊണ്ട് നമുക്ക് വരാണ്ടിരിക്കാനും പറ്റൂല. എന്നാൽ നമുക്ക് ക്ഷേത്രത്തിലെ എഴുന്നള്ളത്ത് കണ്ടാലോ? എന്റെ നാട്ടുകാരായോണ്ട് പറയല്ല, പഞ്ച്വാലിറ്റിയിൽ ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. എഴുന്നള്ളത്ത് ഇവിടെ വരുന്നതിന് മുമ്പേ ഞങ്ങളൊക്കെ ഇവിടെ ഹാജരാണ്. ഈ ചാടിയും ഓടിയും നടന്നൊക്കെ വരുന്നതിന്റെ മെയിൻ ഉദ്ദേശം വേറൊന്നുമല്ല, നമുക്ക് ആനയെ കാണണം. കാരണം ഉത്സവത്തിന് ആന എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ലൈക്ക് റോയൽറ്റി. കാരണം നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ ആളെ വേറെ എപ്പോഴേലും ഒന്ന് കാണണേല് ഇച്ചിരി പാടാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കളഞ്ഞിട്ട റൈറ്റാണ് ഇത് ഇരിക്കുന്നത്. ഒരു 8 മണി. ഇവനിത് എന്ത് കാണാൻ നിൽക്കാന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്ങാനും ഇത് തുടങ്ങുന്ന ടൈമില് ഇവനിതൊക്കെ കണ്ടിട്ടിരുന്ന് കരയോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. വെൻ ഐ സോ ദ ഫ്ലോട്ട് ഐ മേക്ക് ഇറ്റ് അഗൈൻ. കാരണം എന്താന്ന് വെച്ചാൽ ആ സെക്കൻഡിൽ എന്റെ ബ്രെയിൻ പറഞ്ഞു, അമ്മ ഞാൻ ഫ്രണ്ടിൽ നിൽക്കട്ടെ. ഐ നോ ദാറ്റ് ഇറ്റ്സ് ചൈൽഡിഷ് ബട്ട് എനിവേ ഐ ലൈക്ക് ദാറ്റ്. ഇത് പോകുന്ന ടൈമിൽ നമുക്ക് കാണുമ്പോൾ ആരാന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. ബട്ട് ബിഹൈൻഡ് ഓഫ് സ്റ്റോറീസ് ഒന്നും എനിക്കറിയില്ല കേട്ടോ. സീരിയസ്ലി പറയല്ലോ, ഒരു ബെറ്റർ വ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു കളേഴ്സും ആ ഒരു വൈബും ആ ഒരു ലൈറ്റിങ്ങും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇങ്ങടെ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. അതിലല്ലേ അടിപൊളി വേറായിട്ടുണ്ട് നമ്മുടെ ചെണ്ടമേളം. ായിട്ടൊരു ചെണ്ടമേളൊക്കെ കേട്ടിട്ട് എത്ര നാളായി. ബട്ട് ആരോ പറഞ്ഞിട്ടുണ്ട് ചെണ്ടമേളം ഈസ് ഹിറ്റിംഗ് സ്ട്രൈറ്റ് ടു ദി സോൾ എന്ന്. അത് സത്യാടോ. അത് കഴിഞ്ഞിട്ട് വേറെ കുറേ പേര് വന്നു. കൊണ്ടുപോകുന്നവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആരുടെ ആണെങ്കിലും ഗ്രേറ്റ് ആയിട്ട് നല്ല രസമുണ്ട്. പിന്നെ നാദസ്വരം. പിന്നെ കുറെ തീപ്പന്തങ്ങളൊക്കെ വന്നു. ബട്ട് ഇത് എന്തിനാ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നല്ലേ മനസ്സിലായി നമ്മുടെ ആള് വരാനായിട്ടാണ്. നമ്മുടെ ആന അങ്ങനെ മൊത്തത്തിൽ ഒരു വേറെ അടിപൊളി വൈബായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.